ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കട്ട് ചെയ്തിട്ട് ആർക്കും മനസ്സിലാവാതെ പോയ ആ ടോപ്പിൻ്റെ ഒരു കട്ടിങ്ങും കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി ഡാർക്കായിട്ടുള്ള മെറ്റീരിയൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ബ്ലൂ ഷെയ്ഡിലുള്ള ചോക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ചോക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ എന്നോടൊരു ചേച്ചി പറഞ്ഞു, ഞങ്ങൾ ബിഗിനേഴ്സിന് മനസ്സിലാവാനായിട്ട് എല്ലാവർക്കും ഒന്ന് എഴുതി പറയുവാണെങ്കിൽ അതായിരിക്കും ഞങ്ങൾക്ക് ഉപകാരം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് അങ്ങനെയും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ലൈനിങ് ഇല്ലാത്ത ടോപ്പാണ് കേട്ടോ, വിത്തൗട്ട് ലൈനിങ് ടോപ്പ്, ലൈനിങ് ഇല്ലാത്ത ടോപ്പ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ ഫുൾ ലെങ്ത് ആണ്. അപ്പോൾ ഈ ഫുൾ ലെങ്തിൽ 45 എനിക്ക് ആവശ്യമായിട്ടുള്ള ലെങ്ത്. ഇതിലേക്ക് 1 ഇഞ്ച് നമ്മൾ താഴെ മടക്കി അടിക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ മടക്കി അടിക്കാനുമായിട്ടുള്ള തയ്യൽ തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 45 1 46, അരയും ചേർക്കുമ്പോൾ 46.5. ഒരു 47 റൗണ്ട് ഇട്ട് നിങ്ങൾക്ക് തുണീനെ മടക്കാം. അപ്പോൾ തുണി മടക്കുന്നതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, കഴിഞ്ഞ ദിവസം അതിനകത്ത് പറഞ്ഞല്ലോ. അതിന് ശേഷം നമുക്ക് ഫുൾ ഷോൾഡർ, ഈ ഫുൾ ഷോൾഡർ എൻ്റെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻ്റ് എന്ന് പറയുന്നത് 13 ഇഞ്ചാണ്. അപ്പോൾ 13 ഇഞ്ചിൻ്റെ പകുതി, 13 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോഴത്തേനും 6.5. ഈ 6.5യുടെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ നമുക്ക് 7 ഇഞ്ച്. ഓക്കെ. അതിന് ശേഷം ഇവിടെ ഞാൻ എക്രോസ് ഫ്രണ്ട് എന്നുള്ള മെഷർമെൻറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്, അതും എഴുതി കൊടുക്കാം. 11.5 എൻ്റെ എക്രോസ് ഫ്രണ്ട്. അപ്പോൾ ഈ മെഷർമെൻറ്റ് നിങ്ങൾ എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 11.5യുടെ പകുതി 5.75, അതിലോട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്. അപ്പോൾ എത്രയായി? 6.25. ഇതും എഴുതി വെക്കാം. ഇനി നമുക്കറിയേണ്ടത് ആം ഹോൾ റൗണ്ടാണ്. ആം ഹോൾ റൗണ്ട് എൻ്റെത് 13 ഇഞ്ചാണ്. ഇവിടെ ലൈനിങ് ഇല്ലാത്ത ടോപ്പ് ആയതുകൊണ്ട് തന്നെ ആം ഹോളിൻ്റെ കൂടെ 1/2 ഇഞ്ച് മാത്രമേ ഞാൻ ലൂസായിട്ട് ആഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ 13.5. നിങ്ങൾ ആദ്യമായിട്ടാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ 1/2 ഇഞ്ച് ലൂസ് കൊടുക്കാതെ 1 ഇഞ്ച് വരെയൊക്കെ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ലൂസ് വേണ്ടെന്നൊക്കെ ഉള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ 13.5യുടെ പകുതി എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ എഴുതാമെന്ന് എനിക്കറിയത്തില്ല. 13.5യുടെ പകുതി എന്ന് പറയുമ്പോഴത്തേന് 6.25. ഇതിപ്പോൾ ഒരു 7 റൗണ്ട് ചെയ്താലും വിഷയമില്ല കേട്ടോ. ഞാനിപ്പോൾ 7 എഴുതിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞതിനകത്ത് നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ 7. ഇനി നമുക്ക് എടുക്കേണ്ടത് ബസ്റ്റ് റൗണ്ടാണ്. ബസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 32 ഇഞ്ചാണ്. ഈ 32ൻ്റെ കൂടെ ഞാൻ 1 ഇഞ്ചാണ് ലൂസായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 33 ഇഞ്ച് കിട്ടും. ഈ 33നെ 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ നമുക്ക് 8.25 എന്നുള്ള മെഷർമെൻറ്റ് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ 1 ഇഞ്ച് മാത്രമേ ലൂസായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടബിളിനനുസരിച്ച് 1 1.25 ചിലർ 2 വരെയും കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ 1 തൊട്ട് 2 വരെയൊക്കെ കൊടുക്കാം, നിങ്ങളുടെ ലൂസിന് ഇഷ്ടമുള്ളതുപോലെ. ഇപ്പം ഞാൻ പറയുന്നത് ഒരുവിധം ഒരു മിനിമം
എന്താ പറയുക മിനിമം ലൂസാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇതിൻ്റെ കൂട്ടത്തിൽ. ഇപ്പോൾ ആദ്യം നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഈ ഒരു ലൂസ് പോരാന്ന് തോന്നുന്നവരാണെങ്കിൽ ഒരു 1.5 1.25 ഒക്കെ ആദ്യം ഇട്ടിട്ട് ഇതേപോലെ ഹരിച്ച് ആ മാർക്കിങ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ ഈ 1 ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ. ഇനി വേസ്റ്റ് ലെങ്ത് അറിയാമല്ലോ അല്ലേ? വേസ്റ്റ് ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വേസ്റ്റ് റൗണ്ട്, ഈ വേസ്റ്റ് റൗണ്ട് എൻ്റെ ബോഡി മെഷർമെൻറ്റ് 25 അതിലോട്ട് 1 ഇഞ്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ലൂസായിട്ട്. അപ്പോൾ 26 4 കൊണ്ട് ഹരിക്കണം. 26 അപ്പോൾ നമുക്ക് 6.5 എന്നുള്ളത് കിട്ടും. അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഹിപ്പിൻ്റെ ലെങ്തിനെ കൊടുക്കണം. എൻ്റെ കേസിൽ അത് 20.5 ഇനി ഹിപ്പിൻ്റെ വണ്ണം, ഹിപ്പ് റൗണ്ട് 35. അതിലേക്ക് 1 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുത്തു. 36. ഈ 36ൻ്റെ 4/1 9 ഇഞ്ച്. ഹിപ്പ് 9 ഇഞ്ച്, വേസ്റ്റ് 6.5, ബസ്റ്റ് 8.5. ഇത് നമ്മൾ ഈ സൈഡിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അല്ല, 8.25 8.25 6.5 9. ഇനി ഞാൻ പറയട്ടെ, ഞാൻ ബസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് കൊടുക്കുക. വേസ്റ്റിൻ്റെ അവിടെയും 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പായിട്ട് കൊടുക്കുക. ഹിപ്പിൻ്റെ അവിടെ, അതായത് സ്ലിറ്റിൻ്റെ അവിടെ ഞാൻ 1 ഇഞ്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ മെഷർമെൻറ്റ് വരുമ്പോൾ എത്രയാവും നോക്കാമേ. അപ്പോൾ ബസ്റ്റിൻ്റെ അവിടെ നമുക്ക് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് വരുമ്പോൾ 1.25. വേസ്റ്റിൻ്റെ അവിടെ നമുക്ക് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് വരുമ്പോൾ 8 ഇഞ്ചും ഇവിടെ 10 ഇഞ്ചും. അപ്പോൾ ഇതിൽ കമ്പാരറ്റീവ്ലി ഏറ്റവും വലിയ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ഈ 10 ഇഞ്ചാണ്. ഈ 10 ഇഞ്ച് ഇവിടെ എഴുതാം. ഈ 10ൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 11 ഇഞ്ച്. ഈ 11 ഇഞ്ച് നമുക്ക് വീതിയിൽ മടക്കിയാൽ മതി തുണി. അപ്പോൾ നമുക്ക് അധികം തുണി വേസ്റ്റായി പോവാതെ സേവ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ മെഷർമെൻറ്റ് എഴുതി വെക്കുന്നത് നല്ലത്, നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. ഇനി മറ്റൊരു മെഷർമെൻറ്റ് നമ്മൾ എഴുതി വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ വൈഡും സ്ലോപ്പിൻ്റെ കാൽക്കുലേഷനുമാണ്. അപ്പം നെക്കിൻ്റെ ഓപ്പൺ അല്ലെങ്കിൽ കഴുത്തിൻ്റെ വൈഡ് എന്നൊക്കെ പറയുന്ന ആ സംഭവം, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഷോൾഡർ ഡിവൈഡഡ് ബൈ 5. അതായത് ടോട്ടൽ ഷോൾഡറിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരവാണ് നമ്മൾ ഈ കഴുത്തിൻ്റെ വൈഡായിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കേസിൽ ഇവിടെ 13 ഇഞ്ചാണ് ഷോൾഡർ വന്നിരിക്കുന്നത്. അതിനെ 5 കൊണ്ട് ഹരിക്കണം. അപ്പം 13 ഡിവൈഡഡ് ബൈ 5 2.6. ഓക്കെ, അത് കഴിഞ്ഞാൽ നെക്കിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ സ്ലോപ്പ് അത് എഴുതാം. ഷോൾഡർ സ്ലോപ്പ് ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഷോൾഡർ, അതായത് ടോട്ടൽ ഷോൾഡർ ഡിവൈഡഡ് ബൈ 12. അതായത് മൊത്തത്തിലുള്ള ഷോൾഡറിൻ്റെ 12 ഭാഗം, 12-1 ഭാഗം. ഓക്കെ, ഇവിടെ എൻ്റെ ഷോൾഡർ 13 ഇഞ്ചാണ്. അതിൻ്റെ 12 ഭാഗം എന്ന് പറയുമ്പോഴത്തേന് 1.0 സംതിങ് കിട്ടും. ഞാനിവിടെ 1 ഇഞ്ചായിട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഷോൾഡറിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 ഇഞ്ചും ഓപ്പൺ വരുന്നത്
നെക്കിൻ്റെ ഓപ്പൺ വരുന്നത് 2.6 ആണ്. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ളൊരു മെത്തേഡ് ഇതും ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെത്തേഡ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്കുക. അപ്പോൾ ഏതായാലും നമുക്ക് ഇത്രയേ ഉള്ളൂ മെഷർമെൻറ്റ് എഴുതി വെക്കാനായിട്ട്. ഇങ്ങനെ കാണുമ്പോൾ അല്ലേ പെട്ടെന്നൊരു ടെൻഷൻ പോലെ തോന്നും. പക്ഷെ നിങ്ങൾ ആദ്യമേ തൊട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ പേടിക്കാനൊന്നുമില്ലെന്നുള്ളതും അറിയാം. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനേ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കളറ് കാണുന്നുണ്ടോയെന്ന്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഏറ്റവും ആദ്യം ഈ ഷോൾഡർ 1/2 ഇഞ്ച് ഈ മടക്ക് വരുന്നിടം ഉണ്ടല്ലോ, ഫോൾഡിങ് നമ്മുടെ ഈ സൈഡിലുണ്ടായിരിക്കണം. പിന്നെ ഇതാ ഈ മടക്ക് വരുന്നിടത്ത് 1/2 ഇഞ്ച് ആദ്യമേ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ മുന്നേ പറഞ്ഞ ഷോൾഡറിൻ്റെ സ്ലോപ്പ്, ആ സ്ലോപ്പ് ഇതാ ഈ 1/2 ഇഞ്ചിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഇതാ ഈ സ്കെയിൽ വെച്ച് കറക്റ്റ് സ്ട്രെയിറ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഈ 1 ഇഞ്ച് അതും നമ്മൾ സ്ട്രെയിറ്റായിട്ട് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ സ്ലോപ്പ് വരച്ചിടം ഉണ്ടല്ലോ, ഈ സ്ലോപ്പ് വരച്ചെടുത്ത് നമ്മുടെ ഷോൾഡർ കൊടുക്കാം. 6.5 ഇഞ്ച് ഷോൾഡർ, 1/2 ഇഞ്ചും കൂടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 7 ഇഞ്ച്. ആ 7 ഇഞ്ച് നമ്മളിതാ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്കിൻ്റെ വൈഡ് ഞാനിവിടെ കൊടുക്കുന്നത് 2.6 2 6 2.6. ഇത് നിങ്ങൾക്ക് വൈഡ് കൂട്ടിയൊക്കെ കൊടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഒരു പരിധി ഇവിടം വരെ കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാതെ ആദ്യം നമ്മൾ ഈ വൈഡ് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ചരിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് വൈഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഒരു സെക്കൻഡ് അത് പറയാവേ. ഇപ്പം നിങ്ങൾ ഈ സ്റ്റാൻഡേർഡ് കാൽക്കുലേഷൻ ചെയ്ത ഈ മെഷർമെൻറ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്ന ഇവിടത്തേക്ക് തയ്യൽ വരുന്നില്ല, ഇതാ ഇവിടത്തേക്ക് ഒരു ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ. അതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് മേളിലേക്ക് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച്, എന്നിട്ട് ഈ പോയിന്റും ഇതും കൂടെ ചരിച്ച് വീണ്ടും മാർക്ക് ചെയ്യാം. ഇത് കട്ടായി പോകുന്ന പോർഷനാണേ. ഇനി നമുക്ക് വൈഡിൻ്റെ കാര്യം പറയാം. ഇനി എനിക്കിതാ ഈ വൈഡ് എനിക്ക് വേണ്ട, കുറച്ചുകൂടെ നല്ല വൈഡ് വേണം, ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടി വൈഡ് വേണമെന്ന് വിചാരിക്കുവാണെങ്കിൽ ദാ ഇതേപോലെ 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റി ദാ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടുന്ന് എങ്ങനെയാണോ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ ഇഷ്ടം അതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. കേട്ടല്ലോ. അപ്പോൾ ഇത് ഞാനങ്ങനെ കൊടുക്കുന്നില്ല, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. ഇനി ഇത് ഇത്രയും ക്ലിയർ ആയല്ലോ. എന്നിട്ട് ദാ ഇവിടെ സ്ലോപ്പ് അവസാനിക്കുന്നിടത്ത് നിന്ന് താഴേക്ക് 6 ഇഞ്ച് നീട്ടി ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഈ സ്കെയിൽ ഉപയോഗിച്ച് ഈ ലൈനിനെ നല്ല സ്ട്രെയിറ്റായിട്ട് നീട്ടി വരച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഈ സ്കെയിൽ ഉപയോഗിച്ച് ഈ ലെങ്ത് ഇവിടേക്ക് നീട്ടി വരച്ചു കൊടുക്കാം. ഓക്കെ. ഇനി എന്താ, ഇതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ, ഇതാണ് നമ്മുടെ ആം ഹോൾ ലെങ്ത്. ഇനി നമ്മൾ ഈ ചെസ്റ്റ് ലൈനിൽ വേണം നമ്മുടെ ബസ്റ്റിൻ്റെ മാർക്കിങ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ മാർക്കിങ് എത്രയാണ്? 8.4. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്കിങ് ഇവിടെ ചെയ്ത് കൊടുക്കുക. എത്രയാണോ ലൂസൊക്കെ വേണ്ടതെന്നുള്ളതൊക്കെ കാൽക്കുലേഷൻ ചെയ്തിട്ട് അതിഷ്ടമുള്ളതുപോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ ലെങ്ത് ഇല്ലേ, ഈ 6 ഇഞ്ച് ലെങ്ത്, അതിൻ്റെ പകുതി 3 ഇഞ്ച് അവിടെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ഷേപ്പ് കറക്റ്റ് കിട്ടുന്ന പോലെ ഈ സ്കെയിലിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ പോയിൻറ്റും കണക്റ്റ് ആകുന്നിടം വരേക്കും
റോൾ ചെയ്ത് കൊടുത്തിട്ട് അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അളന്ന് നോക്കുക. ഇപ്പോൾ ഇത്രയും തയ്യൽ തുമ്പാണല്ലോ, തയ്യൽ തുമ്പ് അവിടെ നിന്ന് നമ്മൾ അളന്ന് നോക്കുക. ഇതാ 3 ഇഞ്ച് 3.5 ഇഞ്ച് ഓരോ അര ഇഞ്ചിൽ നമ്മൾ ബെൻഡ് ചെയ്ത് നോക്കണം കേട്ടോ, ഈ കർവ് വരുന്നിടത്തൊക്കെ. അപ്പോൾ 4.5 5 5.5 6 6.5 ഇതാ 7 ഇഞ്ചോളം വരുന്നുണ്ട്. ഓക്കെ, അത് മതി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇനി എന്താ, ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് കുഴിച്ച് വെട്ടണം. ഇത് ബാക്കാണ്, ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നത് ബാക്കാണ്. ഇനി നമ്മൾ ഫ്രണ്ടിലേക്ക് കുഴിച്ച് വെട്ടണം. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞ എക്രോസ് ഫ്രണ്ട് എന്നുള്ള മെഷർമെൻറ്റ്. ഇതാ എക്രോസ് ഫ്രണ്ട് 11.5, 11.5യുടെ പകുതി 5.25, അതിൽ കൂടെ നമ്മൾ അര ഇഞ്ച് തയ്യൽ തുമ്പ്, അപ്പോൾ നമുക്ക് 6.25. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6.25 ഇവിടെ വരുന്ന പോലെ, ഇതിൻ്റെ ലൈനിൽ വരുന്ന പോലെ 6.25 ഇവിടെ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെത്രയാണെന്ന് നോക്കാം. കണ്ടോ, ഇതൊരു 3/4 ഇഞ്ച് വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഇവിടം വരെ 3/4 ഇഞ്ച് വരുന്നുണ്ട്. അതിന് ശേഷം ഇതാ ഈ എൻഡിങ് അവസാനിക്കുന്നിടത്തു നിന്നും ഈ ചെരുവിലേക്ക് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ തയ്യൽ തുമ്പൊക്കെ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ മൈൻഡിൽ വെച്ചേക്കണം, കാൽക്കുലേഷൻ ചെയ്തതൊക്കെ മൈൻഡിൽ വെച്ചേക്കണം. ഇനി നമ്മൾ ഇതാ ഈ പോയിന്റില്ലേ, ഇതാ ഇവിടെ നിന്ന് ഇവിടേക്ക് ഈ സ്കെയിൽ തന്നെ ഉപയോഗിച്ച് ഷേപ്പിന്, ഇനി ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഈ ഷേപ്പ് നമുക്ക് ഒന്നും ചെയ്യാനില്ല. കട്ട് ചെയ്യുമ്പോഴത്തേന് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇവിടെ നിന്ന് ഇവിടേക്കാണ് ഷേപ്പ് നോക്കേണ്ടത്. അതും ഈ പറയുന്ന പോലെ ഈ സ്കെയിൽ ഉപയോഗിച്ച് കർവൊക്കെ ചെയ്ത് നല്ലോണം ഒന്ന് പിടിച്ച് വെച്ചിട്ട് കർവ് പോലെ വരച്ചെടുക്കാം. കണ്ടോ, അപ്പോൾ ഇത്രയും എന്നിട്ട് നല്ലപോലെ ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ എങ്ങനെയാണ് കുഴിച്ച് വെട്ടുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ചിലർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ പോയിൻ്റ്, അതായത് നമ്മൾ ബാക്ക് ആംപോളിൻ്റെ ലെങ്ത് വരച്ചില്ലേ, അവിടെ നിന്ന് 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എനിക്കറിയത്തില്ല ഇതെങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നതെന്നൊന്നും. പക്ഷേ ഇത് പഠിച്ച പിന്നെ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇവിടെ ഈ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് ഒക്കെ വ്യത്യാസം വരുന്നതെന്നുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഷേപ്പിൻ്റെ ലെങ്തും ഹിപ്പിൻ്റെ ലെങ്തും ഒക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷേപ്പിൻ്റെ ലെങ്ത് വരുന്നത് 14 ഇഞ്ചാണ്, അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഹിപ്പിൻ്റെ ലെങ്ത് വരുന്നത് 20.5 അതും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ എൽ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമുക്കത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, മടക്കി വെക്കുമ്പോൾ ആവശ്യമുള്ള ലെങ്ത് വെച്ചിട്ട് വേണം മടക്കി വെക്കാനായിട്ട് കേട്ടോ. തേരുവശമൊക്കെ അൺഈവനായിട്ടുള്ള എല്ലാ പോർഷൻസും ട്രിം ചെയ്തിട്ടുണ്ടായിരിക്കണം, അതായത് കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേസ്റ്റായി ഹിപ്പായി. ഇനി നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ പറഞ്ഞത് 6.5 ഈ 6.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എക്സ്ട്രാ എനിക്ക് സ്ലിറ്റിന് വേണ്ടിയിട്ട് ടക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3/4 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ടക്ക് നമ്മൾ 2 സാഹചര്യത്തിലാണ് കൊടുക്കാറ്. ഒന്ന് ബാക്കിൽ എക്സ്ട്രാ ക്ലോത്ത് നിൽക്കുമ്പോൾ, രണ്ടാമത് നമ്മൾ എക്സ്ട്രാ ടക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഫുൾ ബസ്റ്റ് 32ഉം വേസ്റ്റ് 25ഉമാണ്. ഇത് തമ്മിൽ 7 ഇഞ്ച് വ്യത്യാസമുണ്ട്. നമുക്കറിയാം ചുരിദാർ നമ്മൾ തലവഴി ഇടുമ്പോൾ ആദ്യം ഹിപ്പ് കയറിപ്പോവും, പിന്നെ വേസ്റ്റ്, പിന്നെയാണ് ബ്രസ്റ്റിൻ്റെ ഏരിയ വരുന്നത് ഇടുമ്പോൾ, തലവഴി ഇടുമ്പോൾ.
അപ്പോൾ വേസ്റ്റ് പോർഷൻ ഇത്രയും ടൈറ്റായിട്ട് വരുമ്പോൾ ബ്രസ്റ്റിൻ്റെ ഏരിയ കൂടെ കയറിപ്പോകത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ എക്സ്ട്രാ ലൂസ് കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ അനാവശ്യമായിട്ട് ലൂസ് കൊടുക്കുന്നതിനേക്കാളും ടക്കായിട്ട് കൊടുക്കുമ്പോൾ അതാണെങ്കിൽ ഷേപ്പായിട്ട് കിടക്കുകയും ചെയ്യും, നമുക്ക് ഇടാനുള്ള സൗകര്യവും കിട്ടും. എക്സ്ട്രാ ടക്ക് ഇങ്ങനെ ആരൊക്കെ ആഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 4-1 മാർക്ക് ചെയ്തല്ലോ, 8.25 6.5. അപ്പോൾ ഫുൾ ബസ്റ്റും വേസ്റ്റും തമ്മിലുള്ള വ്യത്യാസം ഒരു 1.5 വരെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. 1 ഇഞ്ച് 1.5 ഇഞ്ച് വരെ കുഴപ്പമില്ല. അതിനേക്കാളും കൂടുതലാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഫുൾ ബസ്റ്റും വേസ്റ്റും തമ്മിലുള്ള വ്യത്യാസം 1.5യേക്കാളും കൂടുതലാണെങ്കിൽ എക്സ്ട്രാ ടക്കിനുള്ളത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഒന്നുകൂടെ പറയാം, ഇപ്പോൾ 8.25 ഫുൾ ബസ്റ്റ് 4-1 ലൂസൊക്കെ ആഡ് ചെയ്തിട്ട്, വേസ്റ്റിൽ 6.5. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം. അപ്പോൾ വ്യത്യാസം എന്ന് പറയുന്നത് 1-1.5 വരെ കുഴപ്പമില്ല, 1.5യേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ടക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇവിടെ ഹിപ്പിൻ്റെ അവിടെ 9 ഇഞ്ചാണ്, ആ 9 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം, താഴേക്ക്, അതായത് ലെങ്ത് ഉണ്ടല്ലോ, ടോട്ടൽ ലെങ്ത്, അങ്ങോട്ടേക്ക് ചിലർക്ക് വീതി കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾ താഴേക്ക് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വീതി കൂട്ടി മാർക്ക് ചെയ്തോളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത്രയും വീതി വേണ്ട, സ്ട്രെയിറ്റ് കുർത്തി മതി എന്നുണ്ടെങ്കിൽ ഇതേ മാർക്കിങ് തന്നെ നീട്ടി താഴേക്ക് വരച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ലൂസ് ഉൾപ്പെടെയുള്ള മാർക്കിങ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ബസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്, വേസ്റ്റിൻ്റെ അവിടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്, ഹിപ്പിൻ്റെ അവിടെ മാത്രം 1 ഇഞ്ച്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഹിപ്പ് കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഈ തയ്യൽ വരുന്നിടത്ത് നമുക്ക് ആദ്യം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത്, നിങ്ങൾ ടക്കൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടാത്തവരുണ്ടല്ലോ, നിങ്ങൾ ഷേപ്പ് എങ്ങനെ പിടിക്കണം എന്നുള്ളത് കാണിച്ചു തരാം. ഇതേപോലെ സ്കെയിൽ ഹിപ്പിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് വരേക്കും പിടിക്കുക, എന്നിട്ട് അതൊന്ന് മാർക്ക് ചെയ്തേക്കുക. അതിന് ശേഷം വെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റ് വരെ സ്കെയിൽ തിരിച്ച് പിടിച്ചിട്ട് അതും ഒന്ന് ഷേപ്പ് ചെയ്തേക്കുക. ഈ സ്കെയിൽ നമുക്ക് 2 രീതിയിൽ ഷേപ്പ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ബോഡി സ്ട്രക്ചർ പോലെ, ഇച്ചിരി ബ്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഇത് തിരിച്ച് പിടിക്കണം, അപ്പോൾ സൈഡിലേക്ക് ആ കർവ് വരും. ഇപ്പം ഞാൻ ഇങ്ങോട്ടല്ലേ തിരിച്ച് വെച്ചിരിക്കുന്നത്, അതിന് പകരമായിട്ട് തിരിച്ചും പിടിക്കാം. നമ്മുടെ ആ ഷേപ്പ് നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, ഇവിടെ 8.25 താഴെ ആകുമ്പോഴത്തേനും 6.5. അപ്പോൾ അത് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ, തലവഴി കയറിപ്പോകാൻ ബുദ്ധിമുട്ടുമാണ്. അങ്ങനെയുള്ള കേസ് വരുമ്പോൾ ഇനി വേണം നമ്മൾ എക്സ്ട്രാ ടക്കായിട്ട് കൊടുത്ത് ആ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ലൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടക്കുള്ളതുകൊണ്ട് തന്നെ ബാക്കിൽ അധികം വൃത്തികേടില്ല, ചുളിഞ്ഞങ്ങനെ പോകും. സിബ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സിബില്ലാതെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഷേപ്പിന് കൊടുത്താൽ ഈ പറയുന്ന പോലെ സ്റ്റക്കായി നിൽക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ 1 ഇഞ്ച് 1.5 ഇഞ്ചൊക്കെ വലിയ പ്രശ്നമില്ല, വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറിപ്പോവും. പക്ഷേ 2 ഇഞ്ച് അതിന് മുകളിലേക്കൊക്കെ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇവിടെയുള്ള മെഷർമെൻറ്റും ഇവിടെയുള്ള മെഷർമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം 2 ഇഞ്ചൊക്കെ വരുവാണെങ്കിൽ, 1.5യേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് ഇത് കയറിപ്പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ എക്സ്ട്രാ ഒരു 3/4 ഇഞ്ച് ഇട്ടിട്ട് ടക്ക് കൊടുക്കുന്നുണ്ട്, കണ്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ ആ ടക്ക് വന്നതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇനി നമുക്ക് ഷേപ്പ് അനുസരിച്ച് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്യുക.
അപ്പോൾ ഈ ലൈൻ നമ്മൾ ഒഴിവാക്കുക. അതേപോലെ തന്നെ ഇവിടേക്ക് 1.5 ഇഞ്ച് ഇവിടെയാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ടക്കാണ്. ഇവിടുന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് 1.5. ഇങ്ങനെ ശേഷം ഹിപ്പ് സ്കെയിൽ ഇങ്ങനെ കൊടുക്കാം. കണ്ടല്ലോ, ഇവിടെയാണ് തയ്യൽ വരുന്നത്. ഇതാണ് കട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഹിപ്പിൻ്റെ ഈ മെഷർമെൻറ്റ് താഴേക്ക് ഒരിത്തിരി നീട്ടി മാർക്ക് ചെയ്ത് കൊടുക്കണം. എൻഡിങ് വരെ, അതായത് ലെങ്ത് എത്രയാണോ അവിടെ വരേക്കും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആദ്യം ഇതിലേ വന്ന് ബാക്ക് ആംഹോൾ കട്ട് ചെയ്ത് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. അപ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നെക്കിൻ്റെ കാര്യം പറയാം. അപ്പോൾ നെക്ക് ഞാൻ പറഞ്ഞു 2.6 എന്നുള്ള മെഷർമെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബാക്ക് നെക്ക് 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊരു ബോക്സാക്കി മാറ്റാം. ഫ്രണ്ട് നെക്ക് ക്യാൻവാസിൽ തന്നെ വെട്ടാൻ ശ്രമിക്കണേ. അപ്പോൾ ഇത് വെച്ച ശേഷം ഈ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ഷേപ്പ് കൊടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എവിടെ കൂടെ കട്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇവിടെ കൂടെ ഇങ്ങനെ വേണം കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഇതിൽ തയ്യലും ഇത് കട്ടിങ്ങും ആയിരിക്കണം. ഇത്രയും ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ? അപ്പോൾ മാർക്കിങ് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ ട്രൈപോഡ് വെച്ചിരിക്കുന്ന കാരണം എനിക്ക് ചെറിയ ഇനി ഞാൻ ഇവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹിപ്പിൻ്റെ അവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെൻറ്റർ നമ്മളതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഞാൻ ഫോൾഡ് വരുന്ന പോർഷനായിരുന്നു, അതൊന്ന് കട്ട് ചെയ്ത് മാറ്റട്ടെ. ആക്ച്വലി എനിക്ക് ഈ മെറ്റീരിയൽ കൊണ്ട് ഓൾറെഡി ഒരു ടോപ്പുണ്ട്. പിന്നെ
പെട്ടെന്ന് നോക്കിയപ്പോൾ വേറെ മെറ്റീരിയലൊന്നും കണ്ടില്ല, ഇതെടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ടക്ക് കൊടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാം. ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണെന്നുള്ളത്, പക്ഷെ എന്നാലും ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ബസ്റ്റ് പോയിൻ്റ് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്, അതായത് ഒരു ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് തൊട്ട് മറ്റേ ബ്രസ്റ്റിൻ്റെ പോയിൻ്റ് വരെ ഉള്ളൊരകലമുണ്ട്. ഇത് എൻ്റെ കേസിൽ കേൾക്കുന്നുണ്ടോ? മൈക്ക് താഴെയായിരുന്നു. അപ്പോൾ നമുക്ക് ടക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മെഷർമെൻ്റ് ആവശ്യമായിട്ടുള്ളത് ബസ്റ്റിൻ്റെ പോയിൻറ്റിൻ്റെ മെഷർമെൻറ്റ്സാണ്. അപ്പോൾ ഒരു പോയിൻറ്റിൽ നിന്ന് മറ്റൊരു പോയിൻ്റ് വരെയുള്ള ആ ഗ്യാപ്പ് അതെത്രയാണെന്ന് നോക്കാം. എൻ്റെ കേസിൽ അത് 7ആണ്. അപ്പോൾ ഞാനിവിടെ അതിൻ്റെ പകുതി 3.5 മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം ഇത് ഈ ഹിപ്പിൻ്റെ ലൈനില്ലേ, അവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒരു മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇവിടം വരേക്കും എത്രയാണ് മെഷർമെൻറ്റ്, 4.25 അടുപ്പിച്ചുകൊണ്ട് അതേ മെഷർമെൻറ്റ് ഇങ്ങോട്ടേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കാം. അതിന് ശേഷം നമ്മളിവിടെ 3/4 ഇഞ്ചല്ലേ കൊടുത്തത്, അതിൻ്റെ പകുതി എത്രയാണോ, ഒരു 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ഇങ്ങനെ ഇവിടത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഷേപ്പ് ഇതേപോലെ ടക്കിന് വേണ്ടിയിട്ട് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ? അപ്പോൾ ഇവിടെ എക്സ്ട്രാ കൊടുത്ത തുണി ഇവിടെ റെഡ്യൂസ് ആയിക്കോളും. അപ്പോൾ ബാക്കിൽ മാത്രമേ റെഡ്യൂസ് ആവത്തുള്ളൂ. അപ്പോൾ ഫ്രണ്ടിൽ ആ ക്ലോത്ത് ഉണ്ട്, അപ്പോൾ നമുക്ക് ബാക്കിൽ ഷേപ്പും കിട്ടും, നമുക്ക് ശരീരത്തിൽ കൂടെ കയറി പോകാൻ എളുപ്പവുമായി. അപ്പോൾ രണ്ടും ആ വഴിക്ക് നടക്കും. ഇനി നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടുന്നതും ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നതും കാണാം. ട്രേസിംഗ് വീൽ ഉണ്ടെങ്കിൽ നിങ്ങളിതാ ഇത് ട്രേസ് ചെയ്ത് വെക്കണേ. ഞാൻ ഉള്ളിൽ നിന്നുള്ളത് മാറ്റുന്നുണ്ട്. കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നുവെച്ചാൽ ഇടയ്ക്കിങ്ങനെ നമ്മൾ വലിച്ച കാരണം ക്ലോത്തിൻ്റെ അത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടാം നമുക്ക്. ഇത് ഇങ്ങനെ അവസാനിക്കണം, ഇങ്ങോട്ടേക്ക് പോകണ്ട, ഇത്ര മതി. കണ്ടല്ലോ? ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഞാൻ ഫ്രണ്ടിൽ ക്യാൻവാസാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം. ഇതുപോലെ ഈ മാർക്ക് ചെയ്ത പോലെ ബാക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. രണ്ടും 2.6. ഇവിടെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ അവിടുന്ന് 3 ഇഞ്ച്, ഇവിടുന്ന് 3 ഇഞ്ച് ബോക്സ് ആക്കുക. ഇങ്ങനെ റഫായിട്ടൊക്കെ ബോക്സ് വരയ്ക്കാൻ പോയി ഇങ്ങനെയാണ്. ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് 4 ഇഞ്ച് ഇപ്പുറത്തേക്ക് മാറ്റി ക്ലോത്ത് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാർക്കിങ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ കൂടെ കട്ട് ചെയ്യാം. അത്രേ ഉള്ളൂ. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള എല്ലാ ഡൗട്ട്സും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറയണം.
അപ്പം മറ്റേ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും ഒക്കെ ഞാൻ ഇതിൻ്റെ പുറകെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ.